ഡിയർ ഫ്രണ്ട്സ്, നസർ നൂർദ്ദീൻ. ഞാനിപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് ജില്ലയിലെ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്ലാന്റേഷൻ പ്രൊജക്റ്റിലാണ് ഉള്ളത്. മണി പവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മതിയായ ഒരു സാമ്പത്തിക ഭദ്രത എന്നുള്ളത്. മണി പവർ ഇന്ന് നമ്മളെ വീടായാലും ശരി, നാട്ടിലായാലും ശരി, നമ്മുടെ രാജ്യത്തായാലും ശരി, ഇന്ന് ലോകം തന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ്? മണി പവർ ആർക്കാണോ ഉള്ളത് അവരാണ് ഇന്ന് ഈ നിയന്ത്രണാധികാരമുള്ളത്. പണ്ടത്തെ കാലങ്ങളിലൊക്കെ തന്നെ നല്ല സത്യസന്ധന്മാരായ, നല്ല മൂല്യങ്ങളുള്ള, ജീവിത മൂല്യങ്ങളുള്ള, മര്യാദയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ പലരും ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ അവർക്കന്ന് തീരുമാനാധികാരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ തീരുമാനാധികാരം ആരുടെ കയ്യിലാണ്? ഇന്ന് മതിയായ മണി പവർ ആർക്കാണുള്ളത് അവരാണ് നമ്മളെ വീടുമായാലും ശരി, ഏത് കമ്മിറ്റി ആയാലും ശരി, നാടിൻ്റെ ഭരണകർത്താക്കളായാലും ശരി, ലോകം തന്നെ നിയന്ത്രിക്കുന്നവരായാലും ശരി, മതിയായ മണി പവർ ഉള്ളവർക്കാണ് ഇന്ന് തീരുമാനാധികാരം നമ്മൾ വകവെച്ച് കൊടുത്തിട്ടുള്ളത്. ആയതിനാൽ തന്നെ വാല്യൂസ് ഉള്ള ആൾക്കാർ അതിലേക്ക് വരണമെങ്കിൽ വാല്യൂ ഉണ്ടാവുന്നതോടൊപ്പം മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതോടൊപ്പം മതിയായ മണി നല്ല രീതിയിൽ, അനുവദനീയമായ രീതിയിലൂടെയൊക്കെ തന്നെ അത് സമ്പാദിച്ച് വയ്ക്കാനുള്ള ഒരു നിലപാടും കൂടി നിങ്ങൾക്ക് സ്വീകരിച്ചാൽ മാത്രമേ നല്ല നാട്, നല്ല രാജ്യം, നല്ല വീട്, നല്ല ലോകമൊക്കെ ഇവിടെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആ രീതിയിലേക്ക് മാറിയ ചില സാഹചര്യങ്ങളാണ്. ഞാൻ എൻ്റെ ചില അനുഭവ വിശേഷം പറഞ്ഞു എന്ന് മാത്രം. ഇതിനോട് അഭിപ്രായങ്ങളുണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു.